കേരള മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടന്നു. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു പരിപാടികൾ നടന്നത്. മോട്ടോർ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം മോട്ടോർ വാഹന തൊഴിലാളികളെ ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രമുഖ തൊഴിലാളി സംഘടനയാണ് UTUC. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇതിനോടകം തന്നെ തൊഴിലാളി മേഖലയിൽ വലിയ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞു. തൊഴിലാളികൾ നേരിടുന്ന പല വെല്ലുവിളികൾക്കും പരിഹാരം കണ്ടെത്തുവാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തന മുന്നേറ്റത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എറണാകുളം ജില്ലാ കൺവെൻഷൻ പെരുമ്പാവൂരിലാണ് നടന്നത്. സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KCLU സംസ്ഥാന ജനറൽ സെക്രട്ടറി VB മോഹനൻ പതാക ഉയർത്തി. തുടർന്ന് യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ദേശീയ പ്രസിഡന്റ് A അസീസ് XMLA നിർവഹിച്ചു. ഈ മോട്ടോർ തൊഴിലാളി വർക്കേഴ്സ് ഫെഡറേഷന്റെ സമ്മേളനം ഇന്നിവിടെ കൂടുന്നത് ഈ പ്രദേശത്തെ സ്വകാര്യ മോട്ടോർ തൊഴിലാളികളുടെ ഒരു സംഘടന രൂപം നൽകി പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ സമ്മേളനം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം എന്നുള്ള നിലയിലാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിലാണ് ഇന്ന് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് എന്നുള്ള നിലയിലാണ് ഈ ഓഫീസ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. ആ ചടങ്ങിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മോട്ടോർ തൊഴിലാളികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡാണ്. കോടിക്കണക്കിന് രൂപ ക്ഷേമനിധി ബോർഡിലോ തൊഴിലാളികളുടെ അംശാദായം, തൊഴിലുടമയുടെ അംശാദായം അടച്ചിട്ടുണ്ട്. ആ തുകയുടെ 75% സർക്കാർ വായ്പ എടുത്തിരിക്കുകയാണ്. അത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ 18ഓളം ക്ഷേമനിധി ബോർഡുകൾ, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തുടങ്ങിയിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളിൽ നിന്നെല്ലാം തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവരടച്ച അംശാദായം, ആ തുക സർക്കാർ എടുത്ത് നിത്യദാന ചിലവുകൾക്കും ദൂർത്തടിക്കാൻ വേണ്ടി ചിലവാക്കുകയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 21 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ധാരാളം സ്ത്രീകൾ ഉള്ളതാണ്. അവിടെ പ്രസവകാല വേതനം വരെ അതിന് നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ടതാണ്. അത് നൽകുന്നില്ല. കേരള മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പാളി അധ്യക്ഷത വഹിച്ചു. UTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TC വിജയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തെളിവെടുപ്പ് ഈ സംസ്ഥാനത്ത് ഉടനീളം ജില്ലകളിലാണ്. ഇവിടുന്ന് KT വിമലനടക്കം അഷ്റഫ് പാളി അടക്കം ധാരാളം ആളുകൾ ഇവിടുന്ന് തെളിവെടുപ്പിന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പങ്കെടുക്കുന്നു. എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ ഈ കമ്മിറ്റി, ഞാൻ മാത്രമല്ല, CITUവിൻ്റെ രാജനുണ്ട്, സ്തറിയുണ്ട്, INTUCയുടെ മരാകപ്പുഴ കുമാറുണ്ട്, മലയാളി ജോലിയുണ്ട്, ലോറൻസ് ബാബുണ്ട്, EMSന്റെ OC കൃഷ്ണൻ അടക്കമുള്ള ആളുണ്ട്. അതിൻ്റെ ചെയർമാൻ എറണാകുളത്തെ റൂറൽ ലേബർ കമ്മീഷൻ ശ്രീ സുരേഷൻ. ആ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെളിവെടുപ്പ് ഏകദേശം തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും തെളിവെടുക്കും. അതാണല്ലോ ഒരു തെളിവെടുപ്പ് എന്ന് പറയുന്നത്. ആ തെളിവെടുത്തതിന് ശേഷം ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കമ്മിറ്റി കൂടി അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് ശമ്പളം കൂട്ടുന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കും. ആ ഗവൺമെന്റ് ആ റിപ്പോർട്ട് നോട്ടിക്കുന്നു. അപ്പോൾ ഇന്നത്തതനുസരിച്ചുള്ള ശമ്പള വർധനവുണ്ട്. ഓൾ കേരള മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് തോമസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. നേതാക്കളായ KT വിമലൻ, ബേബി പാറേക്കാട്ടിൽ,
PS ഉദയഭാനു, AC രാജശേഖരൻ, CA നാരായണൻകുട്ടി, മിനിമോൾ അഗസ്റ്റിൻ, അഭിലാഷ് M സത്യൻ, മാർട്ടിൻ P ആന്റണി, KB ജബ്ബാർ, തയ്യൂബ്, KA മുഹമ്മദ്, PK റിമീന, NS രാജൻ, രഞ്ജിത്ത് രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. മോട്ടോർ വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി സലീം അമ്പാടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം നിഷാന്ത് പൂനത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.